ഹലോ ഫ്രണ്ട്സ്, സ്കൂൾ വിട്ട് കഴിയുമ്പോഴും ഓഫീസ് വിട്ട് കഴിയുമ്പോഴും ചൂടോടെ നല്ല സൂപ്പറായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കപ്പ പുഴുങ്ങിയതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് ഇത്ര നാൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം വീഡിയോ എടുക്കാനും അത് ഓൺ വോയിസ് ഇടാനൊക്കെ ആയിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് വൈകിപ്പോയത്. നമ്മൾ ആദ്യം തന്നെ കപ്പ നന്നായിട്ട് വെട്ടി കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി അത് എത്ര കപ്പയാണ് എടുക്കുന്നത്? ഞങ്ങളിപ്പോൾ ഒരു 3 കപ്പയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലോണം വെട്ടി കഴുകി കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കപ്പ മുങ്ങാൻ പാകത്തിനുള്ള കുറച്ചൊരു താഴെ വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 3-4 വിസിലങ്ങ് എടുക്കാം. അതവിടെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ കപ്പക്കുള്ള അരപ്പങ്ങ് ഉണ്ടാക്കാം. നമ്മളിന്ന് കപ്പയ്ക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്താണ് എടുക്കാൻ പോകുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇടിച്ച് പരത്തി അങ്ങ് എടുക്കുക. ഞാൻ അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങ ചിരവിയതിനേക്കാളും കുറച്ചുകൂടി നല്ലത് തേങ്ങ ഇടിച്ചിടണം. അപ്പോൾ തേങ്ങയുടെ ചെറിയ ചെറിയ കൊത്തൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. നമ്മൾ ഇടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നല്ല ഇഞ്ച പരുവത്തിൽ ഇടിച്ച് കിട്ടില്ലല്ലോ, ചെറിയ കഷ്ണമൊക്കെ ഇങ്ങനെ മുഴുത്തെടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടി കടിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നത്. എൻ്റെ തേങ്ങ നന്നായിട്ട് ഇടിച്ചിട്ട് അത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പെരുംജീരകം, അതോടൊപ്പം ആവശ്യത്തിന് മുളക് എന്നിട്ട് നല്ലതായിട്ട് അങ്ങ് ഇടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഒരു പാൻ വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുക് കൂടി പൊട്ടിച്ചിടാം, വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിടാം. ഇത്തിരി കടുക് ഇടുക, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ഇട്ട് ഒരു തണ്ട് വേപ്പിലൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കപ്പ അങ്ങ് ഇട്ട് കൊടുക്കുക. കപ്പയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് പറയാൻ മറന്നു എന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട കപ്പയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. നന്നായിട്ട് വഴറ്റി അങ്ങ് കൊടുക്കണം. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പാൽച്ചായ, ഞങ്ങളുടെ സ്പെഷ്യൽ പാൽച്ചായ ആയിട്ടാണ് ഇത് ഞങ്ങൾ കഴിച്ചത്. പാൽച്ചായയുടെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.